ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ്. അപ്പോൾ 2025 ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ സബ്സ്ക്രൈബർ ഫാമിലി. അപ്പോൾ നമ്മുടെ അതായത് നമ്മൾ ആദ്യമൊക്കെ ഇപ്പം ഈ ഒരു ടെക് വിത്ത് അഭിനവിൻ്റെ എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞാൽ 18ാമത്തെ എപ്പിസോഡ് കേട്ടോ ഇത്. ബട്ട് ആദ്യത്തെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ വ്യൂ കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ 50 അല്ലെങ്കിൽ 100ൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 250 വ്യൂ കൗണ്ടൊക്കെ ആയി, പക്ഷേ ഇട്ട സമയത്ത് ആ റേഞ്ചായിരുന്നു വ്യൂ ഉണ്ടായത്. 100 പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ടെക് വിത്ത് അഭിനവ് എന്ന സീരീസിനുണ്ട്. കാരണം ബാക്കിയുള്ള വീഡിയോ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വീഡിയോക്കൊക്കെ ഒരു 1K 2K റേഞ്ചൊക്കെ കയറാറുണ്ട്, അല്ല മിനിമം ഒരു 500 വ്യൂസ് എങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പം അതിൽ നിന്നിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്പർ 17 കിട്ടിയ ഒരു വ്യൂ കൗണ്ട് എന്നൊക്കെ പറയുന്ന ഒരു 1K 1.5K ആ റേഞ്ചൊക്കെ വ്യൂ കൗണ്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ആദ്യം ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് വ്യൂ കൗണ്ട് കിട്ടില്ല, പക്ഷേ ഒരു സമയത്ത് കിട്ടും എന്നൊക്കെ ഞാൻ ആ റേഞ്ചിൽ കിട്ടും എന്നുള്ള എൻ്റെ വീഡിയോയുടെ ആ ഒരു റേഞ്ച് മാറിയെന്ന് ഞാൻ വിചാരിച്ച സമയം ഉണ്ടായിരുന്നു. സോ അത് കിട്ടി. അങ്ങനെ ഫൈനലി അത്യാവശ്യം നല്ലൊരു വ്യൂ കൗണ്ട് റേഞ്ച്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കമൻറ്റും നല്ല കാര്യങ്ങളൊക്കെ വരാനൊക്കെ തുടങ്ങി. നല്ല കമൻറ്റ് മാത്രമല്ല മോശം കമൻറ്റും വരുന്നുണ്ട്. പക്ഷേ നല്ല കമൻറ്റ് മാത്രം വന്നാൽ പോരല്ല, മോശം കമൻറ്റും വരണം, അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ ഇതെന്ന്. കാരണം ബാക്കിയുള്ള വീഡിയോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും പറയാറില്ല, പക്ഷേ ഈ വീഡിയോയിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പറയാറുണ്ട്. സോ ആ ഒരു പുതിയ അച്ചീവ്മെൻറ്റ് കിട്ടി. അപ്പോൾ കഴിഞ്ഞ വർഷം പോലെ ആയിരിക്കില്ല, ഈ ഒരു വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തായാലും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യും. കാരണം കഴിഞ്ഞ വർഷം ഞാനൊരു തുടങ്ങിയ ഒരു 5 വർഷമായി. പിന്നീട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഒരു ഫെബ്രുവരി സമയത്താണ് പിന്നെയും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പേ കുറേ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. മാസത്തിലൊന്ന് വീഡിയോ ആ റേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തുടങ്ങി വെച്ചത് ഒരു ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴായിരുന്നു. അപ്പോൾ ഇതുവരെ പോകുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഡെയിലി വീഡിയോസ് എന്നുള്ള രീതിയിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഡെയിലി നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ പറ്റുമോ അറിയില്ല, പറ്റണം, അതാണ്. പിന്നെ ന്യൂ ഇയർ ആണ്. അപ്പം 1-ാം തീയതി തൊട്ട് കുറേമാർ ജിമ്മിലൊക്കെ പോയി തുടങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ക്ലീഷേ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. ചെയ്യുന്നവർ ചെയ്യാം. അതായത് നിങ്ങളുടെ ഒപ്പം ഒരാളുണ്ട്, അവനിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്, അതുപോലെ നിങ്ങളും അവരെ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവരെപ്പോലെ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നത്. കാരണം അവന് ചിലപ്പോൾ ഇതൊരു ഫാഷൻ ആയിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, വെറുതെ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കാര്യമില്ല. നിങ്ങൾക്ക് എന്തിലാണോ പാഷൻ ആ കാര്യം നിങ്ങളെ ഫോളോ ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് എത്താൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്ത് കാര്യം നിങ്ങൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും എന്തെങ്കിലും കോഴ്സൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ ഫോളോ ചെയ്തിട്ട് പോകരുത്. കാരണം അവർക്കതായിരിക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യം. അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾക്ക് എന്തായാലും അവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല. എത്രയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക, അത് തന്നെയാണ്. ബാക്കിയുള്ളവരെ പോയി ചെയ്ത് പോകരുത്, നശിച്ചു പോവും, ജീവിതമേ നശിച്ചു പോവും. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മളെ കോണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റായിട്ട് പറയാനുള്ളത് ഈ വർഷം തൊട്ട് യൂറോപ്യൻ കൺട്രീസിലെല്ലാം, അതായത് 27 കൺട്രീസ് ഉണ്ട്, അവിടെ എല്ലാം ഇനി ഇറങ്ങുന്ന ഫോൺസ് ആണെങ്കിലും ഗാഡ്ജറ്റ് ആണെങ്കിലും Type-C വെച്ച് ഇറക്കിയാൽ മതി എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ മതി, മറ്റേ ബാക്കിയുള്ള പോർട്ടൊന്നും കൊണ്ടിനി വരണ്ട, ഇത് മാത്രം മതി എന്നുള്ളതാണ് അത് കാര്യം. ആ ഒരു സംഭവം ഇന്ത്യയിലും കൂടെ വരണം. കാരണം ഐഫോൺ Type-Cയിലേക്ക് മാറ്റി. കാരണം ഇതൊക്കെ തന്നെ ആയിരുന്നു. ബട്ട് എന്നാലും ചില ഗാഡ്ജറ്റുകളൊക്കെ ഇപ്പോഴും ഉണ്ട് Type-C ഇല്ലാത്ത. അപ്പം അവരും കൂടെ ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ, കാരണം ഒരു കേബിളൊക്കെ എടുത്തുകൊണ്ട് നടന്നാൽ മതി, ബാക്കി എല്ലാത്തിനും ഓരോരോ കേബിൾ ഓരോ ഗാഡ്ജറ്റിനും. ഇപ്പോൾ ഈ മൈക്ക് അടക്കം Type-C ആണ്. മൈക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും Type-C വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ബഡ്ജറ്റ് താഴേക്ക് വരുന്ന സമയത്താണ് ഈ പറഞ്ഞ Type-C പ്രൊവൈഡ് ചെയ്യാൻ ചില കമ്പനിക്കൊക്കെ ബുദ്ധിമുട്ട്, പ്രൈസ് കൂടുന്ന രീതിയിൽ. അപ്പം അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഇനി Type-C ആണ് വേണ്ടത്. അപ്പോൾ ആ കാര്യം യൂറോപ്പിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സോ ഇന്ത്യയിലും വരണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നീട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോക്കോയുടെ X7 X7 Proയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ലോഞ്ച് ഇവൻറ്റ് ഈ മാസം 9-ാം തീയതിയാണ്. 2 ഫോൺസ് വരുന്നുണ്ട്. ഡിസൈനൊക്കെ സെയിം ആട്ടോ, ആ ലീക്സിലും റൂമേഴ്സിലൊക്കെ വന്ന സെയിം ഡിസൈനും സെയിം കളേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിൽ X7 Proയിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ മിയടെക്കിൻ്റെ Dimensity 8400 ചിപ്സെറ്റാണ്. പുതിയ ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. അതും ഒരു അണ്ടർ 30-കൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണായിരിക്കും. കാരണം ഇതിൻ്റെ ആക്റ്റീവ് സ്കോറൊക്കെ പറയുകയാണെങ്കിൽ ഒരു 1.7 മില്യൺ RNG എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ
ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള പെർഫോമൻസ് വരും. സോ പെർഫോമൻസ് കാര്യത്തിൽ പോക്കോയെ ബീറ്റ് ചെയ്യാൻ വേറെ ബ്രാൻഡ് ഉണ്ട്. എന്നാലും അത്യാവശ്യം നല്ല ഒരു 30K റേഞ്ചിൽ പോക്കോ Type-C ഒക്കെ അറിയാമല്ലോ, അങ്ങനെ ബെസ്റ്റ് ഫോൺസൊക്കെ ഇറക്കുന്ന ബ്രാൻഡാണ്. അപ്പം ആ ഫോൺ 30K റേഞ്ചിലാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ ആയിരിക്കും. സോ 9-ാം തീയതിയാണ് ലോഞ്ച്, വെയിറ്റ് ചെയ്യാം. പിന്നെ iPhone 17, അതായത് 17 Pro Max അല്ല, നോൺ 17 മോഡലുകൾ, അതായത് അടുത്ത വർഷം അല്ല ഈ വർഷം വരാൻ വേണ്ടി പോകുന്ന ഐഫോണിൽ അങ്ങനെ ഫൈനലി 120 Hz റിഫ്രഷ് റേറ്റ് വരും എന്നാണ് പറയുന്നത്. ഒഫീഷ്യലൊന്നും അല്ല കേട്ടോ. അപ്പം വരും, കാരണം കുറേ കൊല്ലമായല്ലോ ഇവർ ഈ 60 Hz ഒക്കെ വെച്ച് നടക്കുന്നത്. ഇനിയെങ്കിലും 80,000 രൂപയുടെ ഫോൺ 60 Hz ഒക്കെ വെച്ച് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർ എന്തായാലും പോയിട്ട് വാങ്ങും. അയ്യോ ഐഫോൺ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങും. പക്ഷെ ഇപ്പം വന്നോന്ന് ഐഫോണിൻ്റെ ഒക്കെ വില കുറഞ്ഞു, കാരണം എല്ലാവരുടെ കയ്യിൽ ഐഫോണായി. അങ്ങനെ ഇപ്പോൾ ഒരു ഐഫോൺ പഴയ രീതിയിലുള്ള ഒരു എന്താ പറയുക, ചില ആൾക്കാരുടെ കയ്യിൽ മാത്രം കാണുന്ന ഒരു സംഭവമല്ല, എല്ലാവരുടെ കയ്യിൽ. ഇപ്പം ചില ആൾക്കാരുടെ കയ്യിൽ കാണുന്ന സംഭവമായിട്ട് ആൻഡ്രോയിഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐഫോൺ എല്ലായിടത്തും ഐഫോണായി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരാൻ വേണ്ടി പോകുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നല്ലതാട്ടോ. 120 Hz റിഫ്രഷ് റേറ്റ് വേണം, അതൊരു എന്തായാലും വേണം എന്നുള്ള ലെവലിലേക്ക് എത്തി. അപ്പോൾ എന്തായാലും ഈ വർഷം ഉണ്ടാവണം എന്നാണ് എനിക്കും പറയാനുള്ളത്. പിന്നീട് പുതിയ S25 സീരീസിലെല്ലാം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് ആർമറിൻ്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കും വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ സാംസങ് S25 സീരീസിൽ വരുന്നുണ്ട്. ഇതുവരെയും ഒഫീഷ്യലായിട്ട് സാംസങ് അനൗൺസ് ചെയ്തിട്ടില്ല എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. ബട്ട് ലീക്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് January 22 എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സാംസങ് ഇത്ര ലേറ്റ് ആവുന്നത്, ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരാത്തത്? ഒരു അൺപാക്ക്ഡ് ഇവൻറ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞൊരു പോസ്റ്ററൊക്കെ ഇട്. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പിന്നീട് LG ഒരു കിണ്ണങ്കാച്ചി മോണിറ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് LGയുടെ മോണിറ്റർ അൾട്രാ ഗിയർ GX9 എന്ന മോഡലാണ്. ഇത് ഒരു ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഒരു മോണിറ്റർ ആട്ടോ, ചെറിയ മോണിറ്റർ അല്ല. 45 ഇഞ്ച് സൈസൊക്കെ വരുന്നുണ്ട്. 45 ഇഞ്ച് എന്ന് പറയുമ്പോൾ TVയുടെ ലെവലല്ല, ഇതൊരു വൈഡ് ആയിട്ടുള്ളൊരു മോണിറ്ററാണ്. 21:9 ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നത്. സോ വൈഡ് ആയിട്ടുള്ള മോണിറ്ററാണ്. 5K ആൻഡ് 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ അങ്ങനെ ഒരു വലിയ സംഭവം. ഇതിൻ്റെ ഈ പറഞ്ഞ സംഭവം ഉണ്ടാവുമല്ലോ, നമ്മളെ ഈ മോണിറ്ററിൻ്റെ സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡും സെയിമാണ്. OnePlus മോണിറ്ററിൻ്റെ ഒക്കെ സെയിമാണ്. ഇതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കാണുന്ന സമയത്ത് ഇതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതിപ്പം നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണുമെന്ന് അറിയില്ല, കാരണം ഈ സ്പീക്കർ ഉണ്ടായതുകൊണ്ട്. എന്നാലും ഞങ്ങൾക്ക് കാണുന്ന സമയത്ത് എൻ്റെ മോണിറ്റർ പോലെയാണ് തോന്നിയത്. എനിക്ക് പേഴ്സണലി കർവ്ഡ് മോണിറ്ററാണ് കുറച്ചും കൂടി ഇഷ്ടം. ഞാനത് വാങ്ങാത്ത കാരണം ബഡ്ജറ്റ് ഇല്ലായിരുന്നു. ഇത് വാങ്ങുന്ന സമയത്ത് എനിക്ക് പിന്നെ എനിക്ക് തോന്നി വാങ്ങാമായിരുന്നു, കുറച്ചും കൂടെ പൈസ കൂട്ടിയിട്ട്. മേ ബി അടുത്ത തവണ വാങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കർവ്ഡ് ആയിരിക്കും വാങ്ങുന്നത്. പിന്നീട് ഗൂഗിളിൻ്റെ ജിമിനിയുടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മോഡൽ ഉണ്ട്. അതിനാണെങ്കിൽ ഒരു 1950 രൂപയൊക്കെയാണ് മന്ത്ലി സബ്സ്ക്രിപ്ഷനൊക്കെ വരുന്നത്. ഒട്ടുമിക്ക ഫീച്ചേഴ്സും അതിൽ കിട്ടും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അതിൽ വരുന്നുണ്ട്. അതല്ല, സാംസങ്ങിൻ്റെ S25 സീരീസിൽ ഈ പറഞ്ഞ ജെമിനിയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഐഫോണിലെ ChatGPTയുടെ പ്രോ വേർഷൻ അതിൽ പൈസ കൊടുക്കണം, ഫ്രീ ആയിട്ട് ഐഫോൺസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ സാംസങ്ങിലേക്ക് വരുമ്പോൾ ജിമിനിയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽസ് ഫ്രീ ആയിട്ട് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇത് ഒഫീഷ്യൽ അല്ല കേട്ടോ. ഫോൺ ഇറങ്ങിയാൽ മാത്രമേ അറിയൂ ഇത് ഒഫീഷ്യലാണോ അൺഒഫീഷ്യലാണോ എന്നുള്ളത്. സോ ഫോൺ ഇറങ്ങാൻ കുറച്ചും കൂടെ ടൈം വേണ്ട, ഒരു 2 weeks. അതിനുള്ളിൽ എന്തായാലും ഫോണിൻ്റെ ലോഞ്ച് ഇവൻ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം ഈ ഒരു വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് 8K സബ്സ്ക്രൈബേഴ്സ് ഈ മാസം കഴിയുമ്പോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇത്രയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി താല്പര്യമില്ല. അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം വെറുതെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആക്കണമെങ്കിൽ ആക്കാം, എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയാം. പക്ഷേ അതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്യണം, അതിലാണ് കാര്യം. അപ്പോൾ ഒട്ടുമിക്ക പേരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. സോ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ വീഡിയോയെ പറ്റിയുള്ള ഒപ്പീനിയൻ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ, നമ്മൾ എന്തായാലും അതൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.